ഹലോ ഫ്രണ്ട്സ്, ഈ കാണുന്നത് ലണ്ടനിലെ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടാണ്. ഇവിടുന്ന് നമ്മൾ അൽബേനിയയ്ക്ക് പോവുകയാണ്. അൽബേനിയയുടെ തിരാനയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ബർമിംഗ്ഹാമിൽ നിന്ന് നാഷണൽ എക്സ്പ്രസിൻ്റെ ബസ്സിൽ വന്നിട്ട് ഇവിടുന്ന് തിരാനയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ 2-3 വീഡിയോസ് വരാൻ പോകുന്നത് അൽബേനിയ മോണ്ടിനീഗ്രോ യാത്രാ വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ, അവർ ഡ്രീംസ് ആൻഡ് ഡയറീസ്. നമ്മൾ തിരാനയിൽ വന്നിട്ട് ആദ്യം വരുന്നത് ഈ സ്ക്വയറിലേക്കാണ്. നമ്മുടെ ഫ്രണ്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നമ്മുടെ ഗൈഡുണ്ട്. പിന്നെ ഞങ്ങൾ 4 പേര് കൂടി ആദ്യം നമ്മൾ തിരാനയിൽ വന്നിട്ട് എത്തിയിരിക്കുന്ന സ്ഥലം ഈ സ്ക്വയറാണ്. ഈ സ്ക്വയറിൻ്റെ ഒരു മൂലയ്ക്ക് ഐ ലവ് യു തിരാന എന്നുള്ളത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗൈഡും ഞങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതിൻ്റെ ബാക്കിലായിട്ട് അവർക്ക് നാഷണൽ ഹീറോയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. പക്ഷെ നല്ല വെയിൽ, അതുകൊണ്ട് അത് കിട്ടുന്നില്ല. ഒരു ഫുഡ് ട്രക്ക് ഉണ്ട്, നല്ല രസം. ഒരു അടിപൊളി മോഡലുള്ളൊരു ഫുഡ് ട്രക്ക്. ഈ ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെയായിട്ട് ഒരു മ്യൂസിയം ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്ററിയൊക്കെ അടങ്ങുന്ന മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ് ആണിത്. അതിൻ്റെ ഫ്രണ്ടിലൊരു അടിപൊളി വണ്ടി കിടക്കുന്നുണ്ട്. തിരാന ടൗണിൽ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആണിത്. നമ്മൾ ഈ രാവിലെ 11 മണിക്കൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവരുടെ എൻ്റർടൈൻമെൻറ്റ്സിനൊക്കെ വേണ്ടി വന്നേക്കുവാണ്. അവർ എക്സസൈസ് ചെയ്യാനും കുട്ടികളെ കൊണ്ടുവരാനും പാർക്കിൽ നടക്കാനൊക്കെ ആയിട്ട്. നമ്മൾ നടന്ന് അടുത്തൊരു സ്ട്രീറ്റിലേക്ക് എത്തി. റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ള മനോഹരമായിട്ട് നീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ട്രീറ്റ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ക്യാസിലിൻ്റെ എൻട്രൻസിലാണ്. പണ്ടത്തെ ഒരു ക്യാസിലാണിത്. ഇതിനകത്ത് ഇപ്പോൾ മൊത്തം കുറേ കടകളും കാര്യങ്ങളൊക്കെയാണ്, കുറേ ഷോപ്സൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. ഇത് ആ ക്യാസിലിൻ്റെ അകത്തേക്കുള്ള വഴിയാണ്. ഈ സ്ട്രീറ്റിൽ ഫുള്ള് കൂടുതലും റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡുള്ള റെസ്റ്റോറൻറ്റുകളുടെ ബഹളമാണ് ഈ സ്ട്രീറ്റിൽ. നല്ല ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. സാധാരണ നമ്മൾ ഏത് ടൂറിസ്റ്റ് അട്രാക്ഷൻസിലും ചെല്ലുമ്പോൾ പോലുള്ള കരകൗശല വസ്തുക്കളുടെയൊക്കെ ഒരു ഷോറൂം. ആയിരത്തി 1910 നിർമ്മിച്ച ഒരു കാത്തലിക് ചർച്ചാണിത്. 100 വർഷത്തിന് മേലെ പഴക്കമുള്ളൊരു ചർച്ചാണിത്. ഈ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ മദർ തെരേസയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അൽബേനിയ എന്ന് പറയുന്നത് മദർ തെരേസ ജനിച്ച നാട് കൂടിയാണ്. അവിടുത്തെ ഒരു കാത്തലിക് ചർച്ചാണ് ഈ കാണുന്നത്. നമ്മളതിൻ്റെ അകത്തേക്കൊന്ന് കയറാൻ പോവുകയാണ്. വോഡഫോൺ ബ്രാൻഡിങ് ചെയ്തേക്കുന്ന ഒരു ചെറിയ പാലം. ഇതാണ് പിരമിഡ് ഓഫ് തിരാന എന്ന് പറയുന്നത്. ഇത് 1988 നിർമ്മിക്കപ്പെട്ട ഒരു ബിൽഡിംഗ് ആണ്.
ഇത് നേരത്തെ മ്യൂസിയം ആയിട്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ നമുക്ക് യങ്സ്റ്റേഴ്സിനുള്ള ആക്ടിവിറ്റി സെൻ്ററൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്, കിഡ്സിൻ്റെ പ്ലേ സ്റ്റേഷനൊക്കെ ആയിട്ട്. ഈ പിരമിഡ് ഓഫ് തിരാനയിലേക്ക് നമുക്ക് കയറി വരാൻ 140 സ്റ്റെപ്സാണുള്ളത്. ആ സ്റ്റെപ്സ് കയറി മുകളിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് ഈ പട്ടണം എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. ഒരു നൈസ് വ്യൂ ആണ് അതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു വലിയ നഗരമല്ല ശരിക്കും അൽബേനിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ പോപ്പുലേഷൻ്റെ 70% താമസിക്കുന്നത് ഈ അൽബേനിയ പട്ടണത്തിനെ ആശ്രയിച്ചിട്ടാണ്. ഇവിടുത്തെ മെജോറിറ്റി വരുന്ന പോപ്പുലേഷനും മുസ്ലിം ആളുകളാണ്, പിന്നെ ക്രിസ്ത്യൻസും പിന്നെ മതമില്ലാത്തവരാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. വലിയ കെട്ടിടങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ ചരിത്ര നിർമ്മിതികളെല്ലാം തന്നെ ഒരു പ്രത്യേകമായ ഷേപ്പിലായിരിക്കും ഇവർ പണിയുന്നത്. അതായത് ഒരു വെറൈറ്റി ഷേപ്പായിരിക്കും ഇവരുടെ ഓരോ ബിൽഡിങ്ങിനും. അതാണ് ഈ എന്താ പറയുക ഈ ഒരു നഗരത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. ഈ പിരമിഡിൻ്റെ മേലെ നോക്കുമ്പോൾ ഒരു മുസ്ലിം മോസ്കിൻ്റെ മിനാരം കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മലകൾ. നമ്മൾ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു പാർക്കുണ്ട്, ടീനേജ് പാർക്ക് എന്നാണ് ഇത് പറയുന്നത്. ഇവിടെ നല്ല റഷാണ് കേട്ടോ. കുട്ടികളെ കൊണ്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ കാണുന്നത് അൽബേനിയയിലെ ഫസ്റ്റ് കാസിനോയാണ്. നല്ല ഭംഗിയുള്ള ബിൽഡിങ്. അതിൻ്റെ ഫ്രണ്ടിൽ നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല രസമായിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുള്ള മറ്റൊരു സ്ട്രീറ്റിലേക്ക് നമ്മൾ നടന്നെത്തി. പച്ചപ്പരിഷ്കരികൾ 2012 ശേഷം ഇതൊരു പുതിയൊരു ഓർത്തഡോക്സ് ചർച്ചാണ്. ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ബിൽഡിംഗാണ്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. പ്രൗഢഗംഭീരമായ ഒരു ഓർത്തഡോക്സ് ചർച്ചിൻ്റെ അകം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ ചർച്ചിനകത്ത് ഡോമാട്ടോ എന്തൊരു ഭംഗിയാണ് കാണാൻ. നോക്കാം, അവിടെ കിടക്കുന്ന വിളക്ക് കണ്ടോ, ഉള്ളിലെ വരച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ അതിമനോഹരമായിട്ടാണ്. ലഞ്ച് ടൈമായി. നമ്മൾ ആംബിയൻസ് പിടിച്ചൊരു റെസ്റ്റോറൻറ്റിലെത്തി. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ്. പൂൾ വ്യൂ ഉണ്ട്. അവിടെ ഒരു ബിസ്ലറി ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ബിൽഡിങ്ങൊക്കെ കാണാം. രാത്രി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ക്യൂ എന്ന് പറഞ്ഞ ഒരു അടിപൊളി മാളുണ്ട്, അതിനകത്തൊന്ന് കയറി. ഇതിപ്പോൾ മാളിൻ്റെ അകത്താണ്. നല്ല വലിപ്പമുള്ള അടിപൊളി മാളാണ്, നല്ല സ്റ്റൈലും മാളാണ്, നല്ല വൈബുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വൈബുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. നല്ല അടിപൊളി മാളാണ് കേട്ടോ. ഒരു അഡാപ്റ്റർ കിട്ടുമെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷനിൽ വന്നു. മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ തൊട്ടടുത്തുള്ള ഒരു ഹാപ്പനിങ് പ്ലേസ് ആയ സ്ഥലത്തേക്ക് വന്നു. ഇവിടെ നിറയെ പബ്ബും റെസ്റ്റോറൻറ്റ്സൊക്കെ ആയിട്ട് ആളുകളൊക്കെ ഭയങ്കര ചില്ല് വൈബാണ്.
നമ്മൾ രാത്രി ഇങ്ങനെ ഇതിലൂടെ നടക്കുവാണ്. അൽബേനിയയിലെത്തിയിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ദിവസം പൂർത്തിയായി. ആദ്യത്തെ ദിവസത്തെ എല്ലാ കറക്കങ്ങളും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു റൂമിലെത്തി. അൽബേനിയയിലെത്തിയിട്ട് നമ്മൾ നിൽക്കുന്നത് തിരാന എന്ന് പറയുന്ന അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലാണ് ആദ്യത്തെ ദിവസം നിന്നത്. അവിടുത്തെ ഒരു റിസോർട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ഫുൾ ഇന്ന് സിറ്റി ടൂറായിരുന്നു. തിരാന സിറ്റി മൊത്തത്തിൽ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ കുറേ മ്യൂസിയംസ്, ചരിത്രപ്രധാനമുള്ള കുറച്ച് ബിൽഡിങ്ങുകൾ, പിന്നെ അവിടുത്തെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസസ്, അതെല്ലാം കാണാനാണ് നമ്മളിന്ന് കൂടുതലായിട്ട് പോയത്. രാത്രി നമ്മൾ നമ്മൾ പകൽ കണ്ട സിറ്റി തന്നെ ഒന്നുകൂടി രാത്രി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഫുഡൊക്കെ കഴിച്ചു, ഒരു പബ്ബിലൊക്കെ പോയി. തിരാന ടൗൺ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചെറിയ ടൗണാണ്, പക്ഷേ നല്ല അടുക്കും ചിട്ടയൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു യൂറോപ്യൻ ടൗണാണ് തിരാന. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ദിവസത്തെ വീഡിയോ. ഇനി 2-3 ദിവസം നമ്മൾ മോണ്ടിനീഗ്രോയും അൽബേനിയയിലും വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.